ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്ത് ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത് ടാസ്ക് കുളമായതിനെക്കുറിച്ചാണ്. തുടക്കം തന്നെ അനീഷിൻ്റെ അടുത്താണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. കട്ടക്കലിപ്പിലാണ് കേട്ടോ ലാലേട്ടൻ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ അന്ന് തുടക്കം തന്നെ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുകയാണ്, അനീഷ് കുളത്തിൽ നീന്താറുണ്ടോ? അപ്പോൾ അനീഷ് നീന്താറുണ്ട്. അതാണോ ടാസ്ക് എല്ലാം കുളമാക്കുന്നേ? ലാലേട്ടൻ്റെ ഈ ചോദ്യത്തിൽ അനീഷ് ഒന്നും മിണ്ടുന്നില്ല. അനീഷ് ഇത് ചിരിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ലാലേട്ടൻ ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ആര്യൻ ലൈവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ ടാസ്ക് ഞാനിപ്പോൾ കുളാക്കി തരാമെന്ന് ആര്യം പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഈ ടാസ്ക് ഞാനിപ്പോൾ കുളാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം പറയും, ഞാൻ അങ്ങനെ പറഞ്ഞില്ല ലാലേട്ടാ. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, പറഞ്ഞില്ല എന്ന് പറയരുത്. കാരണം ലാലേട്ടൻ അവിടെ വിത്ത് പ്രൂഫായിട്ടാണ് നിൽക്കുന്നതെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് കൂടുതൽ കള്ളത്തരമൊന്നും ലാലേട്ടൻ്റെ അടുത്ത് നടക്കില്ല. ലാലേട്ടൻ ചൂടായിട്ട് ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞില്ല എന്ന് പറയണ്ടെന്ന്. ജിഷിനോട് ചോദിക്കുമ്പോൾ ജിഷൻ പറയുന്നത്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടരുത് എന്നുള്ളൊരു മനോഭാവമായിരുന്നു. അത് അനീഷിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവം ഒനിലിനും ഉണ്ടായിരുന്നു, ആദിലക്കും ഉണ്ടായിരുന്നു, നൂറക്കും ഉണ്ടായിരുന്നു. അനുമോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോളെ ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. അനുമോളെ ഞെട്ടി നിൽക്കുകയാണ്. ഈ ലക്ഷ്മി അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഈ ടാസ്ക് കുളാവാൻ കാരണം എന്താ? അത് അധികം ആലോചിക്കാതെ ലക്ഷ്മി പറയുന്നത് അനീഷാണ് കാരണം എന്നാണ്. പിന്നീട് ലാലേട്ടൻ തിരിച്ച് അനീഷിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷ് ഈ ടാസ്ക് കുളമാക്കാനുള്ള തേജോ വികാരം എന്തായിരുന്നു എന്ന്. അനീഷ് അതിനുള്ള ഉത്തരം ഇന്ന് ലാലേട്ടൻ കൊടുക്കാതെ ലാലേട്ടൻ വിടാൻ സാധ്യതയില്ല. വീക്ക്ലി ടാസ്ക് ഇത് മാത്രമല്ല, പല ടാസ്കുകളും കൂളായി തന്നെയാണ് വരുന്നത്. ഒന്നും കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ട് പോവാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇന്ന് ലാലേട്ടൻ ഒരു ഉത്തരം ഇവിടുന്ന് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമാണ്, ഇവരെന്താ ടാസ്ക് കിട്ടിയത് മര്യാദക്ക് വായിക്കുന്നില്ലേ, എന്താ അവർക്ക് മനസ്സിലാവുന്നില്ലേ? പ്രേക്ഷകർക്കിടയിലും ഇത്തരം ഒരു ചർച്ചകളുണ്ട്. അതിനുള്ളൊരു ഉത്തരം ഇന്നത്തെ ലൈവിൽ കിട്ടും. ലാലേട്ടൻ ഇന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. പ്രോമോയിൽ അനീഷിനോട് മാത്രമായിട്ടാണ് കാണിക്കുന്നത്, പക്ഷെ കുടുംബാംഗങ്ങൾ എല്ലാവരോടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ടാസ്കിനിടയിൽ ആദില അനീഷിന് അടിച്ച കാര്യമൊക്കെ ഉണ്ട്. അത് ഇന്നത്തേൽ ചോദിക്കാൻ സാധ്യതയില്ല. ഈ ഒരു കാര്യമൊക്കെ ഒരുപക്ഷെ നാളെ ആയിരിക്കാം, ഒരുപക്ഷെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിലായിരിക്കാം ചോദിക്കുന്നത്. എന്തായാലും ആദിലേനെ ലാലേട്ടൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന ഹൈലൈറ്റ് പാർട്ട് ഇതാണ് കേട്ടോ. അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്ന ആ ഒരു ചോദ്യം, അല്ലെങ്കിൽ ടാസ്കിനെ കുറിച്ച് കുടുംബാംഗങ്ങളോട് ചോദിക്കുന്ന ചോദ്യവുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം വരാൻ പോകുന്നത്. മറ്റെന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.